എന്നെ മനസ്സിലായില്ലേ? ഞാൻ മറ്റേ ക്യാമറ മനസ്സിലായി. ഞാൻ കരുതി മറന്നു കാണുമെന്ന്. മറന്നിരുന്നു, പക്ഷെ പറഞ്ഞപ്പോർത്തു. പിന്നെ ഞാൻ ഈ കഥയും കവിതയും ഒന്നും അങ്ങനെ വായിക്കാറൊന്നും ഇല്ലെന്നേ. അത് വാക്കുകൾക്ക് വരുന്നത് കണ്ടപ്പോഴേ തോന്നി. അങ്ങനെയല്ല, ഞങ്ങൾ ഈ ക്യാമറ ലെൻസ് എന്നൊക്കെ പറയുമ്പോൾ അതിനെ കുറിച്ചൊക്കെ അല്ലേ കൂടുതൽ ചിന്തിക്കാറുള്ളത്. പക്ഷെ പത്രം അത് മുടങ്ങാതെ വായിക്കും കേട്ടോ. പിന്നെ അക്ഷരങ്ങൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് എഴുതുകയും ചെയ്യും. എന്നാലും തന്നെ പോലെ കഥയും കവിതയൊന്നും എഴുതില്ല കേട്ടോ. ഹോ, അതൊക്കെ ഒരു പ്രത്യേക കഴിവ് തന്നെ. അതും പ്രത്യേകിച്ച് ഈ പൂക്കാലം ഇതിനെ കുറിച്ചൊക്കെ വർണ്ണിക്കാന്ന് പറഞ്ഞ അതൊരു വല്ലാത്ത കഴിവ് തന്നെ കേട്ടോ. ഷൂട്ട് ചെയ്തതിനായിട്ട് കണ്ടിരുന്നു, വളരെ നന്നായിട്ടുണ്ട്. എസ്പെഷ്യലി യുവർ കോസ്റ്റ്യൂംസ്. ശരിക്കും പറഞ്ഞാൽ കോസ്റ്റ്യൂംസ് അല്ല, അത് ഇട്ടിരിക്കുന്ന ആളാ കൂടുതൽ നന്നായത്. അല്ല, ഞാൻ വെറുതെ പറഞ്ഞില്ല കേട്ടോ. എന്താ ഉദ്ദേശം? ദുരുദ്ദേശം എന്തായാലും ഇല്ല. ഇല്ലായിരുന്നാൽ നന്ന്. ഏയ് കുട്ടി, അങ്ങനെ പോവല്ലേ. ഒരു മിനിറ്റ് പ്ലീസ്. നിങ്ങളുടെ ചാനലിൽ ഒരു കവിത ചൊല്ലാൻ വന്നു എന്നൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അന്നത്തെ ചെക്ക് പോലും ഇതുവരെ പാസ്സായിട്ടില്ല. ശല്യം ചെയ്യരുത്. തിരിഞ്ഞോളൂ കുട്ടി. ഒരു മന്ദഹാസം. ഇനി അങ്ങോട്ട് കുടുങ്ങി ചിരി. അത് തന്നെ. സാധനം കയ്യിലുണ്ടപ്പോ. ഇനി ഒരു 5 സ്റ്റെപ്പ് ബാക്കി പതുക്കെ സൂക്ഷിച്ച് വേണം. കൊള്ളാം, അസലായിട്ടുണ്ട്. കോമ്പയർ റായെ പറ്റൂന്ന് നിർബന്ധമാണോ? ഞാന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയതാ. ഓ, ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞല്ലേ? എന്തായാലും ഒരു കാര്യം ചെയ്യാം. ഞാൻ ഈ വീഡിയോസ് ഒക്കെ പ്രോഗ്രാം പ്രൊഡ്യൂസറെ ഒന്ന് കാണിക്കാം. പുള്ളി പറയുവാണെങ്കിൽ ഓക്കെ. പിന്നെ ഞാനും കൂടി ഒന്ന് പറയണം കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക്സ് മാത്രമേ ഉള്ളൂ. എന്റെ കയ്യിൽ തന്നെ വരും. എന്ത് ചെയ്യാനാ? വല്ലതും കിട്ടിയോ ദൈവമേ? മൂപ്പിച്ചോണ്ടിരുന്നാ മതിയോ? എല്ലാം നടത്തണ്ടേ? ഓ, നമ്മളെ കൊണ്ടതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല എന്റെ അളിയാ. ഏകവചനം മതി, ബഹുവചനം വേണ്ട. നിന്റെ ലാപ്പ് എവിടെ? വണ്ടിക്കകത്ത്. എന്നാ വാ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. പുതിയ വല്ല പ്രോഗ്രാമാണോ? ഒരു ഹോട്ട് ന്യൂസ്. നമ്മുടെ മോർണിംഗ് ഷോ അവതാരിക നന്ദിനിയുടേതാ. എന്ത് വൃത്തിയാണോ ഇത്?